ഹലോ ഗായ്സ് എല്ലാവർക്കും വേണം എപ്പിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മൾ ഫുൾ എമറാൾഡ് കൊണ്ട് കുളിച്ചിക്കാണ്. എത്ര എമറാൾഡ് വേണേണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെ നമ്മൾ മരം വെട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു അയൺ പോലും നമ്മൾ ചിലവാക്കിയില്ല. കാരണം അയൺ കുറച്ച് പ്രഷ്യസ് ആണ്, അതുകൊണ്ട് അയൺ വേണ്ട. നമ്മളതുകൊണ്ട് മരം കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഡിസ്പോൺ ആകുന്നതിന് മുമ്പ് എല്ലായിടത്താണ്. അപ്പോൾ ഇനി നമുക്ക് പൊട്ടിക്കണം. പിന്നെ ഈ മരം അവന്മാർക്ക് കൊടുത്തിട്ട് അതിനെ സ്റ്റിക്കാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യണ മാതിരി തന്നെ. പിന്നെ ഇതിൽ മറ്റെന്താ ട്രീ ക്യാപിറ്റേറ്റർ ആ സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മുറിക്കാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ഡയമണ്ട് ആർമർ മേടിക്കാം. ഞാൻ അതിന് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ട് ആർമർ പറഞ്ഞപ്പോൾ നമ്മുടെ ലോലന്, സോറി ഇപ്പോൾ കണ്ണെന്നായി പേര്, പക്ഷേ ലോലൻ തന്നെയാണ് വിളിക്കുക. ലോലന് പെട്ടെന്ന് തന്നെ ഡയമണ്ട് ആർമർ മേടിക്കണമെന്നായി. ടൂൾസും ആർമറും നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ ആവും. ഞാൻ മുമ്പ് തന്നെ അതിൻ്റെ വില്ലേജറിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അധികം വില്ലേജർ ട്രേഡിംഗ് ഒന്നും നമുക്ക് കിട്ടിയില്ല. ആർമറാവാൻ വേണ്ടിയുള്ള തിടുക്കത്തിൽ പെട്ടെന്ന് പോന്നു. പിന്നെ ഈ എപ്പിസോഡിൽ തന്നെ നമ്മൾ പോയിട്ട് ഡ്രാഗനെ കൊല്ലും. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ 3 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. ആദ്യം തന്നെ ആർമർ മേടിക്കുന്നത്, പിന്നെ ഡ്രാഗനെ കൊല്ലണത്, പിന്നെ എലൈറ്റർ എടുക്കുന്നത്. അപ്പോൾ 3 പാർട്ടാണ്. ഇത് വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് ഞാൻ ഈ റെക്കോർഡിങ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ സ്ക്രീനിൽ കാണിച്ചിരുന്ന എൻജാനിങ് ഒക്കെയാണ് നമുക്ക് കിട്ടിയുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ആർമർ മേടിക്കാം. അപ്പോൾ ഇത്ര എമറാൾഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 2 ബൂട്ട് മേടിക്കാം. ഓക്കെ, 2 ചെസ്റ്റ് പ്ലേറ്റ് മേടിക്കാം. ഓക്കെ, ഇനി ഇതിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇൻവെൻട്രിയിൽ സ്ഥലമില്ല. ഓക്കെ, ഇനി നമുക്ക് മേടിക്കാനുള്ളത് ലെഗിൻസും പിന്നെന്തൊക്കെ ഹെൽമെറ്റും. ഹെൽമെറ്റ്. ഓക്കെ, നമ്മളെല്ലാം മേടിച്ച് ലോലന് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടിയും ഇതും കൂടി ഇട്ട് കൊടുത്താൽ എല്ലാം ആയിട്ടുണ്ട്. ഇനി ലോലനും കൂടി ആർമർ ഇട്ട് നമ്മൾ രണ്ടുപേരും ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറായി. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഇനി ടൂൾസ് മേടിക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് പാർട്ടായ ഡ്രാഗനെ കൊല്ലലാണ്. അപ്പോൾ ലോലനും കൂടി വന്നു വെച്ചാൽ നമുക്ക് ഡ്രാഗൻ കൊല്ലാം. പിന്നെ കയ്യിലുള്ള പംകിൻ പൈയും ബ്രെഡും ഞാൻ വില്ലേജറിൻ്റെ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഗോൾഡൻ ക്യാരറ്റിക്ക് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവനെ ട്രേഡ് ചെയ്താണ്. നമ്മുടെ വില്ലേജർ ബ്രീഡറിൽ നമ്മുടെ ബ്രീഡി ഉപയോഗിക്കുന്ന വില്ലേജറിനായിട്ടാണ് നമ്മൾ ആക്കി. അല്ലാണ്ട് ട്രെയിനിങ് ഹാളിൽ നമ്മൾ ഗോൾഡൻ ക്യാരറ്റ് കിട്ടുന്ന ആരെയും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവന് താഴത്തേക്ക് ആക്കിയപ്പോൾ അവൻ മറ്റേ ഗ്ലിസ്റ്ററിങ് മെലനാണ് തരുന്നത്, നമ്മുടെ ഗോൾഡൻ ക്യാരറ്റ് അല്ല. അപ്പോൾ ഞാനത് അവനോട് മൊത്തം ട്രേഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഈ പംകിൻ പൈ അത്യാവശ്യം നല്ലൊരു ഫുഡ് സോഴ്സ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ എൻഡർപോളിട്ട് പോവാം. പിന്നെ അന്നത്തെ ഒരു മിനിറ്റ്, നമ്മുടെ നെറ്റ് ചെറുതായിട്ട് പോയോ എന്നൊരു സംശയം. ലോലൻ്റെ ആണോ എൻ്റെയാണോ? നമ്മുടെ തന്നെ പോയി. ഓക്കെ ഓക്കെ, സെറ്റ്. പിന്നെ അന്ന് ഞാൻ എൻഡർപോൾ ഇട്ടപ്പോൾ അങ്ങോട്ടാണ് പോയി. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അടുത്ത എൻഡർപോളും കൂടി ഇടാം. അപ്പോൾ നമുക്കിനി എൻഡർപോളും കൂടി എടുത്തിട്ട് നേരെ വിടാം അങ്ങോട്ട്. നമ്മൾ കുറച്ചും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെയായിട്ട് എൻഡർപോൾ ഇട്ടിട്ടില്ല. അടാ നല്ല രസമുണ്ടടാ. അത് കുഴപ്പമില്ല. നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേക്കാം. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ഒരു എൻഡർപോൾ ആദ്യം ഇട്ട് നോക്കണം. അത് ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയില്ല. ഒരു അന്നത്തെ ഓർമ്മയിലാണ്ട് നേരെ പോകുന്നതാണ്. ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. ഒന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് നേരെ വിടാം. പിന്നെ ഞാനിനി പോണ വഴിക്ക് വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല കണ്ടാലോ, പിന്നെ ഒന്നും കണ്ടില്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ലാണ്ട് വെറുതെ കാണിച്ച് ബോറടിപ്പിക്കാനില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ തുഴഞ്ഞിട്ട് പോട്ടെ ഗൈസ്. ഹായ്, 2 പട്ടിക്കുട്ടികൾ. എല്ലുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കായിരുന്നു അവന്. എന്താ അവിടെ ലോലൻ കണ്ടെന്ന് പറയുന്നുണ്ട്. എടാ 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 മറ്റേ സാധനം പുതിയ അപ്ഡേറ്റിൽ വന്ന് ഗ്ലേസർ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ആ സാധനമാണിത്, നോയ്സ് എഫക്റ്റ് കിട്ടുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മറ്റേ സാധനം ഉണ്ടാവും, ഗ്ലേസർ അല്ല, അതിൻ്റെ പേരെന്താ, സൾഫർ കേവ് ഉണ്ടാവും. ഇതിൻ്റെ പേരാണ് ഗ്ലേസർ. അതിൻ്റെ അടിയിൽ സൾഫർ കേവ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ഒരു വരവ് വരേണ്ടി വരും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ വിടാം. സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്താൽ കോർഡിനേറ്റ്സ് ഇട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ലോലനോട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയാം. നമ്മളെടുത്താൽ ശരിയാവില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് നേരെ ഇഞ്ഞ് വിടാം. അടുത്തെത്തിയെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ 700 ബ്ലോക്ക് വന്നു. അങ്ങനെയല്ലോ ബെഡ് റോക്കിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ വില്ലേജിൻ്റെ അടിയിലാവും ഉണ്ടാവുക. അപ്പോൾ ഞാനിഞ്ഞ് ഏതായാലും അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇത് ഞാൻ കുഴിച്ച് പോകണില്ല, അതിനുള്ള ടൈമില്ല. പൈസ ഇവിടെ എത്തിയപ്പോൾ അത് തിരിച്ചു വന്ന് തുടങ്ങി. ഞാൻ പറഞ്ഞില്ല വല്ല വില്ലേജിൻ്റെ അടിയിലും ഉണ്ടാവും. അതാ പോണു. അപ്പോൾ വെല്ലിൻ്റെ അടുത്ത് തന്നെയാണ് ബെഡ് റോക്ക്. സാധാരണ ബെഡ് റോക്കിൽ ഉണ്ടാകുന്ന മാതിരി തന്നെയാണ്. അജണ്ട അവർ തെറ്റിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി താഴ്ത്തിക്ക് പോകാം. അവിടെ എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വെറുതെ കുഴിച്ച് പോകണ കാണിക്കുന്നില്ല. പൈസ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ബ്ലോക്ക് കണ്ടു. ഓക്കെ, സ്ട്രോങ് ഹോൾഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോങ് ഹോൾഡ് കയറി പിന്നെ നമ്മൾ നേരെ എവിടേക്കും നോക്കണില്ല, ചെതറിയിട്ട് അങ്ങോട്ട് ഓടുകയാണ്. ഇങ്ങോട്ട് ഇവിടുത്തെ സ്ഥലം കഴിഞ്ഞു ഗൈസ്. നമുക്ക് ടോർച്ച് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാം.
ലെഫ്റ്റ് ഹാൻഡ് പിടിച്ച് വെച്ചാൽ ഷീൽഡ് എവിടെ പിടിക്കും? അപ്പോൾ വേണ്ട. നമുക്ക് ഏതായാലും രണ്ടുപേര് രണ്ട് വഴിക്ക് പോകാം, അതാവും നന്നാവുക. ചെസ്റ്റ് ഉണ്ടല്ലോ, ചവറാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇവിടെ ഒരു വെളിച്ചം കാണാണ്ട് നോക്കി നോക്കട്ടെ. ഓക്കെ ഗൈസ്, ബുക്ക് ഷെൽഫ് റൂം ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇവിടുന്ന് ലൂട്ട് എടുക്കണം. ലൂട്ട് മേലല്ലേ ഉണ്ടാവുക, താഴത്തുണ്ടാവുമോ? താഴത്ത് ഉണ്ടാവാറില്ലല്ലോ സാധാരണ, മേലല്ലേ ഉണ്ടാവുക. അപ്പോൾ നേരെ മേലേക്ക് പോവുക. നേരെ മേലേക്ക് ഇവിടെ ഇവിടെയാണ് വഴി. നേരെ മേലേക്ക് പോയിട്ട് നമുക്ക് എന്താണ് അതിലുണ്ടാവുക നോക്കാം. ഡയമണ്ട് ഉണ്ടാവുമോ? മറ്റേ സാധനം ഉണ്ടാവും ഗൈസ്, എന്താ മറ്റേ സാധനമില്ലേ ഹാർമറിൻ്റെ ഒപ്പം ഉണ്ടായി, ആ സാധനം ഉണ്ടാവും. അതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു ഞാൻ. എഫിഷ്യൻസി 4 ബുക്ക്, അത് എടുത്ത് വയ്ക്കാം. എഫിഷ്യൻസി 4 നമുക്ക് ആവശ്യം വരും. സ്മിത്തിങ് ടെംപ്ലേറ്റ്, ഈ സാധനം ആവശ്യം വരും. ഒരു ബുക്കും കൂടി ഉണ്ടാവും, അല്ല ഒരു പെട്ടിയും കൂടി ഉണ്ടാവും ഗൈസ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം, അത് നമുക്ക് എടുക്കാം. പിന്നെ ബുക്ക് ഷെൽഫ് എടുക്കാൻ അങ്ങോട്ട് തന്നെ വരണം ഗൈസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി തന്നെ ചെയ്യണം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതാ ഈ ജസ്റ്റിലും അത് തന്നെ സാധനങ്ങൾ, ബുക്കും ഉണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ 2 കാര്യങ്ങളാണ്. സൾഫർ കേവ് എക്സ്പ്ലോർ ചെയ്യണം, പിന്നെ ഇങ്ങോട്ടും വരണം. അപ്പോൾ ഇനി ഞാൻ പോർട്ടൽ കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ 2 മണിക്കൂറിനൊടുവിൽ നമുക്ക് നമ്മുടെ സാധനം കിട്ടി ഗൈസ്. അപ്പോൾ ലോലൻ പോയി ഗൈസ്, ലോലൻ പോയി. ഇനി കണ്ടിട്ട് എന്നെ വിളിച്ചാൽ മതി പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഒരു ഇതുമുണ്ട്, നമ്മുടെ സാധനമുണ്ട്, എന്താ അതിൻ്റെ പേര്, സ്പോണർ ഉണ്ട്. അപ്പോൾ ഈ ചെസ്റ്റിൽ ഫുൾ റെഡ് സ്റ്റോൺ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് വെച്ചേക്കാം. പിന്നെ മൗസ് കാണാത്തത്, ഞാൻ മൗസ് ഇട്ടിട്ടല്ല കളിക്കണത്. നമുക്കതൊന്ന് സെറ്റാക്കണം. ലോലന് കയറണമെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങണം, അതാണ് ഞാൻ ഇറങ്ങി. എടാ ലോലൻ വന്ന് എന്തായാലും ഞെട്ടും. കാരണം എന്താ അറിയോ, ലോലൻ തോക്ക് ഇവിടുന്ന് ലെഫ്റ്റായി. എടാ ലോലൻ സംഭവം കണ്ടിട്ടില്ല, ലോലൻ ഇവിടുന്ന് തന്നെ ലെഫ്റ്റായി. ലോലൻ്റെ വിചാരം ഇതൊന്നും കിട്ടില്ല ചേട്ടാൻ ലെഫ്റ്റായി പോയി. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, ലോലൻ ഇവിടുന്നാലോ ലെഫ്റ്റ് അയച്ചിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. നോക്കുമ്പോൾ ഉണ്ട് ലോലൻ്റെ സൈഡിൽ തന്നെ ഈ സാധനം ഉണ്ട്. എന്നിട്ട് ലോലൻ പറയാം കിട്ടണില്ലാന്ന്. എന്താ ചെയ്യുക, എന്തത് ഒരു സാധനം സ്പോണായില്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടിക്കണം. നമുക്ക് കഴിഞ്ഞാൽ ലെറ്റ്സ് പ്ലേ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഈ റൂമിൽ എന്തെങ്കിലും ഒരു ബിൽഡ് ചെയ്യാറുണ്ട്. അതെന്തായാലും ഇതിലും നമ്മൾ അതിനെക്കാട്ടും മികച്ച രീതിയിൽ ബിൽഡ് ചെയ്യും. കാരണം നമ്മുടെ ഒപ്പം ഈ ലോകത്തെ ഏറ്റവും നല്ല ബിൽഡറാണുള്ളത് ലോലൻ. അപ്പോൾ ഇനി നമുക്ക് ലോലനും കൂടി ഒന്ന് കണക്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇനി ഈ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ചെസ്റ്റിൽ വെക്കണം, കുറച്ച് ഫുഡും വെക്കണം. എന്നിട്ട് നമുക്ക് ഡ്രാഗനും എല്ലാം നേരെ പോവാം. നമ്മുടെ ഭാഗത്തിന് അതിൽ ഒരു എൻ്റർപോൾ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കറക്റ്റായിട്ട് എൻ്റർപോൾ കഴിഞ്ഞിട്ടാണ്. ഇനി ഒരു എൻ്റർപോൾ നമ്മുടെ കയ്യിൽ എടുക്കാം. എൻ്റർപോൾ ഉണ്ട്, പക്ഷേ ബ്ലേസ് റോഡ് എടുക്കാല്ലേ, വീട്ടിലുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് എടുത്തുള്ളൂ, 16 എടുത്തുള്ളൂ. അത് കുറേ എണ്ണം നമ്മൾ വെറുതെ എറിഞ്ഞ് കളയുകയും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നേരാണ്ട് കയറാം. അപ്പോൾ ഇനി സാധനങ്ങൾ കുറച്ച് എടുക്കാണ്ട്, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ കയറാം. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണു മൂടിക്കോ. ഇനി കുറച്ച് വയലൻസാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ റെഡി 1 2 3 ചാടിക്കോ. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താ, തേർഡ് പേഴ്സണാ? ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, സെറ്റ്. ഇനി ഈ ഭാഗത്തേക്കാണോ തോന്നണു കുഴിക്കേണ്ടത്? ഓക്കെ, നമ്മൾ കുഴിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ആയിരുന്നില്ല, തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കായിരുന്നു. അതുകൊണ്ട് അത് കാണിച്ചില്ല. ഇനി നമുക്ക് നേരെ പോയിട്ട് ഓരോ പില്ലറായി പൊട്ടിക്കാം. ഇനി ചാവണ്ട് വെച്ചാലും പിന്നെ എല്ലാ പില്ലർ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അല്ലാണ്ട് പില്ലറൊന്നും കാണിക്കണില്ല. കാരണം നിങ്ങൾക്ക് അതറിയാം എങ്ങനെ പൊട്ടിക്കുകയെന്ന്. ഞാൻ കുറേ കാണിച്ചിട്ടുമുണ്ട്, കുറേ പ്രാവശ്യമല്ല ഒരു പ്രാവശ്യം കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി അത് കാണിക്കണില്ല. ഞാനിതൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ആകെ 2 കാർട്ടുകളോ പോയി. അപ്പോൾ ആദ്യത്തെ മരണമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാം എത്ര മരണം വരുന്നുണ്ടെന്ന്. അപ്പോൾ നേരെ പോയിട്ട് സാധനങ്ങൾ എടുക്കാം ഡീസ്പോൺ ആവുന്നതിന് മുമ്പേ. ലോലിനോട് തൊട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അത് ലോലിൻ്റെ നിന്ന് മേടിക്കേക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി എടുക്കാം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചാവണ്ടിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഒരു പില്ലർ പൊട്ടിച്ചു കേട്ടോ, ഒരു കിടിലൻ ക്ലച്ചൊക്കെ. അപ്പോൾ രണ്ടാമത്തെ മരണമായിട്ടുണ്ട്. അറ്റംപ്റ്റ് 3 മൂഞ്ചി. അപ്പോൾ മൂന്നാമത്തെ മരണം. 1 ആയ 3 എന്നല്ലേ, പിന്നെ നമ്മൾ ചത്തില്ല, എല്ലാ പില്ലറും പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ഇവനെ അടിച്ചടിച്ച് തീർക്കണം. കുറേ പ്രാവശ്യം എന്നെ കൊന്നതാണ്, അതുകൊണ്ട് എന്തായാലും ഇവനെ അടിച്ചടിച്ച് തീർക്കണം. ഞാൻ തന്നെ തീർക്കും, ലോലിന് തീർക്കാൻ കൊടുക്കരുത്. കാരണം ഞങ്ങൾ മുമ്പ് ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങിയപ്പോൾ ലോലിനാണ് തീർത്തേണ്ടിട്ട്, ലോലിനാണ് അഡ്വാൻസ്മെൻറ്റ് കിട്ടി. നിങ്ങൾക്കതറിയില്ല, കാരണം ഞങ്ങളത് റെക്കോർഡും ചെയ്തിട്ടില്ല. അന്നേക്ക് യൂട്യൂബ് ചാനലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചത്തിരുന്നു, ലോലപ്പോൾ പറന്നു പോയിരുന്നു. ഇതാണ് ഞാൻ പറയുന്നത്, നെതറൈറ്റ് ആർമറായിട്ട് വരാൻ പാടുള്ളൂ, കാരണം നോക്ക് ബാക്ക് കുറയും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് അടി അടിച്ചിട്ട് പകുതിയിൽ താഴെ ഹെൽത്തായിട്ട് കാണിക്കാനുള്ളൂ. പിന്നെ ഞാൻ ചെയ്ത മണ്ടത്തരണ്ട്, നമ്മൾ ബോർഡ് എടുക്കാതെ വന്ന്. അതുകൊണ്ട് ഇവൻ ഇങ്ങനെ പറന്ന് കളിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എവിടെയും പോയി ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പം ഇനി ഞാൻ ഇവനെ കൊല്ലാറാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ചാവ് 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 ചാവ്. ഓക്കെ, സെറ്റ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഒഫീഷ്യലി രണ്ടാമത്തെ പ്രാവശ്യം ഡ്രാഗനെ വന്നിരിക്കുകയാണ് ഈ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി കൊല്ലാണ്ട് അത് നമ്മളെ സ്കൈ ബ്ലോക്കിലാണ്. സ്കൈ ബ്ലോക്കിൽ വന്നാൽ ഈ സന്തോഷമൊന്നും ആവില്ല, ഇതിന് മേലെ സന്തോഷമാവും. കാരണം സ്കൈ ബ്ലോക്കിൽ ഇന്നേ വരെ ഞാൻ ഡ്രാഗന് വന്നിട്ടില്ല. തുടങ്ങും സ്കൈ ബ്ലോക്ക്, എന്നിട്ട് ഞാൻ നിർത്താറാണ് പതിവ്. അപ്പോൾ സ്കൈ ബ്ലോക്കിൻ്റെ എപ്പിസോഡ് ഒന്ന് കുറേ കാലമായി അറിയാം. അപ്പോൾ ഇനി നമുക്ക് ഡ്രാഗനൊക്കെ എടുക്കാം. ഡ്രാഗനൊക്കെ എടുക്കണം വെച്ചാൽ നമുക്ക് ടോർച്ച് വേണ്ടേ. ഈ അയൺ ബാർ വെച്ച് എടുക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഗൈസ്, അയൺ ബാർ കൊണ്ട് എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ സ്ലാബ് വെച്ചു. ഓക്കെ, നമുക്ക് ഡ്രാഗനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷം ഗൈസ്, സെറ്റ്. ഇനി നമുക്ക് ലോലിനെ അവിടെ പൂട്ടിയിടാം. ഈ സന്തോഷം കൊണ്ട് ലോല സന്തോഷപ്പെട്ടോ, നമ്മൾ ഡ്രാഗനിങ് ഒന്നും എല്ലാം തീർത്തു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഡ്രാഗനെ കൊല്ലുന്നത്. അപ്പോൾ ലോലന് അത്ര വലിയ സന്തോഷമൊന്നുമില്ല, കാരണം ലോലനെക്കാട്ടും വലിയ പ്രോയാണ്, നമ്മളെക്കാട്ടും മുമ്പ് മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ലോലന് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഡ്രാഗനൊക്കെ വെച്ചിട്ട് വരാം. പിന്നെ ഈ ലൈറ്റ് എത്തണം എന്താണ്, അതിനെന്തോ പേരുണ്ടായിരുന്നു, ഞാൻ മറന്നു പെട്ടെന്ന്. അപ്പോൾ എവിടെയോ ഗേറ്റ് വേ സ്പോൺ ആയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഈ സാധനം വെച്ചിട്ട് വരാം. വീട്ടിലല്ല നമ്മുടെ സ്ട്രോങ് ഹോൾഡ് പോയി വെച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ ഒഫീഷ്യലായിട്ട് മൈൻക്രാഫ്റ്റ് തീർത്തതിൻ്റെ ടൈറ്റിൽ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് കുറേ പ്രാവശ്യം വായിച്ചതാണ്, എനിക്ക് ഇനി വായിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കൊന്നിട്ട് നിങ്ങൾ വായിച്ചോ, നല്ലൊരു സാധനം തന്നെയാണ്, വായിച്ചു നോക്ക്. ഓക്കെ, ഞാൻ ഇതാ എൻട്രിപ്പോൾ ടു ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലോലിനും കൂടി വന്നു വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പോവായിരുന്നു. ഓ തട്ടത്താല വന്ന് സ്പോണായുള്ളൂ, അതേതായാലും നന്നായി. ലോലൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ലോല എന്താ കാട്ടി? ഞാൻ നോക്കുമ്പോൾ ഒരാളുടെ തുള്ളിച്ചാടി അതാ താഴ്ത്തേക്ക് പോയി. വായത്തിന് സാധനങ്ങളൊന്നും പോയിട്ടില്ല ഒന്നും ലോല, വേഗം പോരെ. ഞാൻ പോയി എടുക്കണോ സാധനം? ഞാനും എടുത്താ ഏതായാലും സാധനങ്ങൾ പോയി എടുക്കാം. ഓക്കെ, നമുക്കിനി ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് അങ്ങനെ നടന്നു പോവാം. ലോലൻ ചത്ത് ഗൈസ്, ലോലൻ്റെ സാധനങ്ങളും പോയി. അത് ഒരു നല്ല കാര്യമല്ല, കാരണം നമ്മൾ ഇന്ന് തന്നെ ഡയമണ്ട് ആർമർ മേടിച്ച് ഇന്ന് തന്നെ പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്. മിക്കവാറും ഇന്ത്യൻ പോകാൻ സാധ്യതയുണ്ട്. ലോലൻ അപ്പോൾ പുതിയ ഡയമണ്ട് ആർമർ മേടിച്ചിട്ട് ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റാക്കും 40 എമറാൾഡും ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 40 എമറാൾഡ് ബ്ലോക്ക് തീർന്നു പോകുന്നു. അവന്മാരെ ഫുള്ള് അൺലോക്ക് ആക്കിയിട്ട് മേടിക്കുമ്പോഴേക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഞാൻ ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് അങ്ങനെയാണ്ട് പോട്ടെ. പിന്നെ കുറച്ച് നേരം പോയിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ മറ്റേ ചങ്ക് ബേസ് നോക്കും. പിന്നെ ഇതിൽ അത് അലൗഡാണ്, നമ്മുടെ ലെറ്റ്സ് പ്ലേ മാതിരിയല്ല, ഇതിൽ ചങ്ക് ബേസ് നോക്കണത് അലൗഡാണ്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് എലൈട്ര കിട്ടിയിച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനും ഒരു പ്രാവശ്യം ചത്തു, എൻ്റെ എക്സ് പി കണ്ടറിയാം നിങ്ങൾക്ക്. നമുക്ക് എന്തായാലും ഷിപ്പ് കിട്ടിയിട്ടുണ്ട്, ഇത് ഞാൻ ചങ്ക് ബേസ് നോക്കി എടുത്താണ്. അപ്പോൾ നമ്മൾ 2 പേരും കൂടിയിട്ട് ഇപ്പോൾ കുറേ സ്റ്റാക്ക് എമറാൾഡ് പൊട്ടിച്ചു. ഇനി ആകെ 30-40 ബ്ലോക്ക് എമറാൾഡ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇനിയും കൂടി ഇനി ചത്തു വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തേക്കേ വരില്ല. ഏതായാലും നമുക്ക് എലൈറ്റ് എടുത്തിട്ട് അടുത്ത ഷിപ്പും തപ്പി പോവാം. അപ്പോൾ ഇനി നമുക്ക് എലൈറ്റ് എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് പോഷൻ 2 എടുത്ത് വയ്ക്കാം, കാരണം എപ്പോഴാണ് നമുക്ക് ആവശ്യമില്ല പറയാൻ വയ്യ. അതുകൊണ്ട് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് എലൈറ്റ് എടുക്കാം. ഒന്നും നോക്കണ്ട, പ്രൊട്ടക്ഷനും പോലും ഇല്ലാത്തതാണ്. അവന്മാരെ നിന്ന് കിട്ടിയാൽ ഞാൻ ചാവും, ഉറപ്പാണ്. ഓക്കെ, അവൻ ടെലിപ്പോർട്ടായി പോയി, അത് കുഴപ്പമില്ല, പോയിക്കോട്ടെ. നമുക്ക് നമ്മുടെ മെയിൻ സാധനം എടുക്കാം. ഒന്ന് താഴ്ത്തിക്ക് ഇറങ്ങാം കേട്ടോ. കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞു. ഓക്കെ, സാഡിൽ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് വേണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യമില്ല. സാഡിൽ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡയമണ്ട് ആർമർ, ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ, ഡയമണ്ട് സോഡ്, ബാൻ ഓഫ് വാട്ടർ ഫോൾസ്. ഓക്കെ, എമറാൾഡ് ഇരുന്നോട്ടെ, എത്ര സ്റ്റാക്ക് ഉണ്ട് പറഞ്ഞാൽ എമറാൾഡ് ആവശ്യം വരും. അപ്പോൾ ഇനി നമുക്ക് നേരെ ലോലൻ്റെ അടുത്തേക്ക് പോകാം. പിന്നെ ലോലൻ പറഞ്ഞു ഡ്രാഗൻ്റെ ഹെഡ് വേണ്ട, ശൽക്കർ ഷെല്ല് വേണ്ട, ഒന്നും വേണ്ട, നേരെ വീട്ടിൽ പോയാൽ മതിയെന്ന്. അതുകൊണ്ട് ഇനി നേരെ വീട്ടിൽ പോവാം. ഓക്കെ, ഇപ്പം ഞാൻ വോയിസ് ഓവർ ആണ്. ഈ ഭാഗം കഴിഞ്ഞപ്പോഴേക്കും, ഈ ഭാഗം കഴിഞ്ഞില്ല, ഈ പാലം കെട്ടുമ്പോൾ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് റെക്കോർഡറിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഞാനത് വല്ല മെസ്സേജ് അയച്ചിട്ട് നോക്കിയില്ല. റെക്കോർഡർ താനെ സ്റ്റോപ്പ് ആകുന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു, ഞാൻ മൈൻഡ് ആക്കിയില്ല. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മുടെ സ്റ്റോറേജ് തീർന്നു, അതുകൊണ്ട് ബാക്കി റെക്കോർഡായില്ല. ഇവിടുന്ന് നേരെ ഈ പാലം കെട്ടി പോയിട്ട് ഞാൻ എന്തായെന്ന് വെച്ചാൽ പോയി അവസാനം ബ്ലോക്കൊന്നും തീർന്നില്ല, എല്ലാം സെറ്റാണ്. നമ്മളിങ്ങനെ പാലം വെക്കണതില്ലേ, അത് രണ്ടറായില്ല. ഞാനവിടെ പാലം വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോയി. പക്ഷേ അവിടെ വെക്കണ ബ്ലോക്ക് മൊത്തം മറ്റേ ഗോസ്റ്റ് ബ്ലോക്കായിരുന്നു. ഞാൻ ഇതിൻ്റെ മേലെ കൂടെ നടന്നു പോയപ്പോൾ കുറച്ച് നേരമൊന്നും പ്രശ്നമില്ല. പിന്നെ ഞാൻ ഒരു 5-6 ബ്ലോക്ക് മുമ്പ് പോയി, എന്നിട്ട് അത് അവിടെ ബ്ലോക്ക് ഇല്ലയെന്ന് ഒരു മറ്റേ ചങ്ക് ലോഡായിട്ടില്ല പറഞ്ഞിട്ടൊരു ചാറ്റിലൊരു മെസ്സേജ് തന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ താഴ്ത്തിക്ക് വീണു. അപ്പോൾ നമ്മുടെ സാധനങ്ങളും പോയി, നമ്മുടെ എലൈട്രിയും പോയി.
ഭാഗ്യത്തിന് ഞാൻ ഡ്രാഗൺ എഗ്ഗ് ചെസ്റ്റിൽ വെച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഡ്രാഗൺ എഗ്ഗിന് ഒന്നും പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരും തോന്നുന്നില്ല. അതുകൊണ്ട് ബൈ ഗൈസ്. അപ്പോൾ ഇനി ഇതിന് ഔട്ട്റോ ഒന്നും എടുക്കാൻ വയ്യ, അതുകൊണ്ട് ബൈ ഗൈസ്.